ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എന്താ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? അബ്രാഹത്തിനെ ദൈവം വിളിക്കുന്നത് പഠിച്ചു. അബ്രാഹത്തിന് ദൈവം സ്ഥാപിച്ച ഒരു ഉടമ്പടി പഠിച്ചു. അബ്രാഹത്തിന് ദൈവം നൽകിയ 3 വാഗ്ദാനങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ എന്തായിരിക്കും നമ്മൾ ഇന്ന് ക്ലാസ്സിൽ പഠിക്കുന്നത്? അതെ, അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ പിന്നീട് എന്തെല്ലാം സംഭവിച്ചു, എങ്ങനെയാണ് അബ്രാഹത്തെ ദൈവം സകല ജനതകളുടെയും പിതാവാക്കിയത്. നമ്മുടെ എല്ലാവരുടെയും അപ്പനാണ് അബ്രാഹം. എങ്ങനെ അബ്രാഹത്തെ ദൈവം നമ്മുടെ എല്ലാവരുടെയും അപ്പനാക്കി, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. എന്നാൽ നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? എല്ലാവരും കൈകൾ കൂപ്പി കണ്ണുകളടച്ചേ. എന്നിട്ട് ടീച്ചർ പറയുന്ന പ്രാർത്ഥനയിടം ഒപ്പം നിങ്ങൾ ചെല്ലണം. സ്നേഹപിതാവായ ദൈവമേ, ദൈവം അബ്രാഹത്തിന് നൽകിയ വാഗ്ദാനങ്ങൾക്ക് ശേഷം പിന്നീടുണ്ടായ സന്ദർഭങ്ങളിലൂടെയാണ് ഇന്ന് നമ്മൾ കടന്നു പോകാൻ പോകുന്നത്. ഈ ഓരോ സന്ദർഭങ്ങളും ഞങ്ങളുടെ ഹൃദയങ്ങളിലെല്ലാം ആഴമായി പതിയുവാനും അത് വേണ്ട വിധം ഗ്രഹിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, വിശുദ്ധ യൗസേ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഇനി നമുക്ക് അബ്രാഹത്തിൻ്റെ ജീവിതത്തിലെ ബാക്കി കഥ കേട്ടാലോ? അബ്രാഹം അങ്ങനെ വാഗ്ദാനങ്ങളെല്ലാം ലഭിച്ച് കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും അബ്രാഹത്തോട് സംസാരിക്കുവാൻ ദൈവമെത്തി. ഇത്തവണ എന്ത് സംസാരിക്കാനാണ് വന്നതെന്നറിയോ? ഇത്തവണ അബ്രാഹത്തോട് സംസാരിച്ചത് അബ്രാഹത്തിൻ്റെ ഭാര്യ സാറായി ഇനി മുതൽ സാറായി ആയിരിക്കില്ല, പകരം സാറ എന്നായിരിക്കും അറിയപ്പെടുന്നത്. പിന്നീടോ അബ്രാഹത്തിന് സാറായിലൂടെ ഒരു പുത്രനെ ലഭിക്കും. സാറായിയെ സകല ജനതകളുടെയും മാതാവാക്കും. അബ്രാഹം സകല ജനതകളുടെയും പിതാവല്ലേ? അപ്പോൾ ആരായിരിക്കും മാതാവ്? സാറ ആയിരിക്കും ഇനി മുതൽ സകല ജനതകളുടെയും മാതാവ്. സാറായെ പ്രത്യേകമായി അനുഗ്രഹിക്കും. അവർക്ക് ഒരു പുത്രനെ നൽകും. ആ പുത്രന് ഇസഹാക്ക് എന്ന് പേര് നൽകണം. ഇതൊക്കെയായിരുന്നു ദൈവം അബ്രാഹത്തോട് സംസാരിച്ചത്. അതിനുശേഷം അബ്രാഹം മാമ്രെ എന്ന് പറയുന്ന ഒരു പ്രദേശത്തേക്ക് താമസം മാറി. അവിടെ വെച്ച് ഒരു മലയുടെ താഴ്വരയിൽ ഇരിക്കുന്ന സമയത്ത് അബ്രാഹത്തിന് വീണ്ടും 3 ദേവദൂതന്മാർ പ്രത്യക്ഷപ്പെട്ടു. ദേവദൂതന്മാർ എന്ന് പറഞ്ഞാൽ ആരാ? മാലാഖമാർ അല്ലേ? എന്നിട്ട് എന്താ പറഞ്ഞതെന്നറിയോ? അബ്രാഹത്തിന് സാറായിൽ നിന്ന് ഒരു പുത്രനെ ലഭിക്കുമെന്ന്. ഇതെല്ലാം പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മുടെ സാറ ഗർഭിണിയായി. അതിനുശേഷം സാറ ഒരു പുത്രന് ജന്മം നൽകി. ദൈവം പറഞ്ഞതുപോലെ അബ്രാഹം ആ പുത്രന് ഇസഹാക്ക് എന്ന് പേരും നൽകി. ഇങ്ങനെയായിരുന്നു നമ്മുടെ അബ്രാഹത്തിനും സാറായ്ക്കും ഇസഹാക്കിനെ ലഭിച്ചത്. അവരുടെ ഏക മകനായിരുന്നു ഇസഹാക്ക്. വളരെ പ്രായമായപ്പോഴാണ് അബ്രാഹത്തിനും സാറായ്ക്കും ഇസഹാക്കിനെ ലഭിച്ചത്. ഒത്തിരി സന്തോഷത്തോടെ, ഒത്തിരി സ്നേഹിച്ചും ലാളിച്ചും അവർ ഇസഹാക്കിനെ വളർത്തിക്കൊണ്ടു വരികയായിരുന്നു. അങ്ങനെ ഇരിക്കെ കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മുടെ അബ്രാഹത്തോട് സംസാരിക്കാൻ വീണ്ടും ദൈവം വരുന്നു. ഇനി ഇത്തവണ എന്തിനാ വന്നേന്നറിയോ? ഇത്തവണ നമ്മുടെ അബ്രാഹത്തെ ഒന്ന് പരീക്ഷിക്കാനാണ് ദൈവം തീരുമാനിച്ചത്. എന്തായിരുന്നു ആ പരീക്ഷണം എന്നറിയോ? നമ്മുടെ അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, നീ നിന്റെ ഏക മകനായ ഇസഹാക്കിനെയും കൂട്ടി മോറിയ എന്ന് പറയുന്ന ഒരു പ്രദേശത്തേക്ക് പോകണം. അവിടെ ഒരു മലയുടെ മുകളിൽ ചെല്ലുമ്പോൾ, അവിടെ ദൈവം പറയുന്ന ഒരു മലയാണ് കേട്ടോ, ആ മലയുടെ മുകളിൽ വെച്ച് ഇസഹാക്കിനെ ദൈവത്തിന് ദഹനബലിയായി അർപ്പിക്കണം. എങ്ങനെയാണ് ഈ ദഹനബലി അർപ്പിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാവോ? ഒരു പീഠമുണ്ടാക്കി അതിൽ ഈ ഉണങ്ങിയ മരക്കഷ്ണങ്ങളില്ലേ, വിറക് കഷ്ണങ്ങൾ, അതെല്ലാം അടക്കി വെച്ച് അതിൻ്റെ മുകളിൽ ഇസഹാക്കിൻ്റെ കൈയും കാലും എല്ലാം കെട്ടി അതിൻ്റെ മുകളിൽ കിടത്തി ഇസഹാക്കിനെ കൊന്ന് ഈ വിറകിന് തീ വയ്ക്കണം. ഇങ്ങനെയാണ് ദഹനബലി അർപ്പിക്കുന്നത്. ഇതായിരുന്നു നമ്മുടെ ദൈവം അബ്രാഹത്തോട് ആവശ്യപ്പെട്ടത്. എന്തായിരിക്കും അബ്രാഹത്തിൻ്റെ ഈ ഒരു അവസ്ഥ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. സമാനമായ ഒരു ഉദാഹരണം ടീച്ചർ പറയാം. നിങ്ങൾക്ക് ഒരു സൈക്കിൾ വേണമെന്ന് ഒരാഗ്രഹം തോന്നി.
നിങ്ങൾ ആ ആഗ്രഹം നിങ്ങളുടെ അപ്പച്ചനോടോ അമ്മച്ചിയോടോ പറഞ്ഞു. അവർ ആ സൈക്കിൾ മേടിച്ചു തരാം എന്ന് പറഞ്ഞു. പക്ഷേ അതിന് ഒരു കണ്ടീഷനുണ്ട്. നിങ്ങൾ വരുന്ന പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും മുഴുവൻ മാർക്ക് ലഭിച്ചാലേ നിങ്ങൾക്ക് സൈക്കിൾ മേടിച്ച് തരുമെന്ന് പറയുന്നു. എന്തായിരിക്കും നിങ്ങൾ ചെയ്യുക? നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കും അല്ലേ? നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ച് എല്ലാ വിഷയങ്ങൾക്കും മുഴുവൻ മാർക്ക് വാങ്ങിക്കാൻ ശ്രമിക്കും. അങ്ങനെ നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ച് നിങ്ങൾ എല്ലാ വിഷയങ്ങൾക്കും മുഴുവൻ മാർക്ക് വാങ്ങിച്ചു എന്ന് കരുതുക. നിങ്ങളുടെ അപ്പച്ചൻ പറഞ്ഞതനുസരിച്ച് നിങ്ങൾക്ക് സൈക്കിൾ മേടിച്ച് തന്നു. നിങ്ങൾ വളരെ സന്തോഷത്തോടെ ആ സൈക്കിളും ചവിട്ടി എല്ലായിടത്തും നടക്കുവാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം നിങ്ങളുടെ അപ്പച്ചൻ നിങ്ങളോട് പറയുന്നത്, മോനെ അല്ലെങ്കിൽ മോളെ, അടുത്ത വീട്ടിലെ കുട്ടിക്ക് സ്കൂളിൽ പോകാൻ ഈ സൈക്കിൾ വേണം, ഒരു സൈക്കിൾ വേണം. അപ്പോൾ നമുക്ക് നമ്മുടെ സൈക്കിൾ ആ കുട്ടിക്ക് കൊടുത്താലോ? എന്തായിരിക്കും നിങ്ങളുടെ വിഷമം? നിങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ട് പഠിച്ച് ഒത്തിരി ആഗ്രഹിച്ചിട്ടാണ് നിങ്ങൾക്ക് ആ സൈക്കിൾ ലഭിച്ചത് അല്ലേ? അപ്പോൾ നിങ്ങൾക്കത് കൊടുക്കാൻ വളരെ വിഷമമായിരിക്കില്ലേ? ഇത്രയും വിഷമമായിരിക്കും അബ്രാഹത്തിനും ഉണ്ടായിട്ടുണ്ടാവുക. തൻ്റെ ഏക മകനായ ഇസഹാക്കിനെ ഒത്തിരി സന്തോഷത്തോടെ ലാളിച്ചും ഓമനിച്ചും ഒക്കെ വളർത്തിക്കൊണ്ടുവന്ന തൻ്റെ ഏക മകനായ ഇസഹാക്കിനെ ബലി നൽകാനാണ് ദൈവം അബ്രാഹത്തോട് ആവശ്യപ്പെട്ടത്. പക്ഷെ നമ്മുടെ അബ്രാഹത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? അബ്രാഹത്തിന് ദൈവം എന്ത് പറഞ്ഞാലും അത് കണ്ണടച്ച് അബ്രാഹം വിശ്വസിക്കും. അത് അപ്പാടെ അനുസരിക്കുമായിരുന്നു നമ്മുടെ അബ്രാഹം. അങ്ങനെ പിറ്റേ ദിവസം അബ്രാഹം ഇസഹാക്കിനെയും കൂട്ടി ദൈവം പറഞ്ഞതനുസരിച്ച് മോറിയ ദേശത്തേക്ക് പുറപ്പെട്ടു. നമ്മുടെ ഇസഹാക്കിന് ഇതൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഇസഹാക്ക് പോകുന്ന വഴി അബ്രാഹത്തോട് ചോദിക്കുന്നുണ്ട്, ബലിക്കുള്ള വിറകും തീയും മറ്റെല്ലാ സജ്ജീകരണങ്ങളും നമ്മുടെ പക്കലുണ്ട്, പക്ഷേ ബലിക്കുള്ള ആട് നമ്മുടെ പക്കലില്ല. അപ്പോൾ അബ്രാഹം എന്താ പറയുന്നതെന്നറിയോ? ആട് ദൈവം നമുക്ക് തരും. അങ്ങനെ അബ്രാഹവും ഇസഹാക്കും മോറിയ ദേശത്തെത്തി. അവിടെ മലയുടെ മുകളിൽ ചെന്നപ്പോൾ അബ്രാഹം ബലിപീഠമുണ്ടാക്കി അതിൽ വിറകെല്ലാം അടക്കി വെച്ചു. എന്നിട്ടോ നമ്മുടെ ഇസഹാക്കിനെ കൈയും കാലും എല്ലാം കെട്ടി ഈ ബലിപീഠത്തിന് മുകളിൽ കിടത്തി. എന്നിട്ടോ അബ്രാഹം ഇസഹാക്കിനെ കൊല്ലാനായിട്ട് കത്തിയൂരിയെടുത്തു. അപ്പോഴുണ്ട് ആകാശത്ത് മേഘങ്ങൾക്കിടയിൽ ദൈവദൂതൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ടോ ദൈവദൂതൻ അബ്രാഹത്തോട് പറഞ്ഞു, അരുത്, കൊല്ലരുത്, ഇസഹാക്കിനെ ഒന്നും ചെയ്യരുത്. ദൈവം അബ്രാഹത്തെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇത് ചെയ്തത്. ആ പരീക്ഷണത്തിൽ അബ്രാഹം വിജയിച്ചു. ദൈവത്തെ അബ്രാഹം ഭയപ്പെടുന്നുവെന്ന് ദൈവത്തിന് പൂർണ്ണ ബോധ്യമായി. അതിനുശേഷം അബ്രാഹം നോക്കിയപ്പോൾ അടുത്ത് ഒരു മുൾച്ചെടികൾക്കിടയിൽ ഒരു മുട്ടനാട് കിടക്കുന്നത് കണ്ടു. അങ്ങനെ ഇസഹാക്കിന് പകരം അബ്രാഹം ആ മുട്ടനാടിനെ ദൈവത്തിന് ബലിയായി അർപ്പിച്ചു. അപ്പോൾ ദൈവം നടത്തിയ ഒരു ചെറിയ പരീക്ഷണത്തിൽ അബ്രാഹം വിജയിച്ചു. അങ്ങനെ വിജയിച്ചതുകൊണ്ട് ദൈവം എന്ത് തീരുമാനിച്ചു എന്നറിയോ? അബ്രാഹത്തിൻ്റെ സന്തതിയിലൂടെ, അതായത് അബ്രാഹത്തിൻ്റെ മകനായ ഇസഹാക്കിലൂടെ ലോകത്തിലെ സകല ജനങ്ങളെയും അനുഗ്രഹിക്കാൻ ദൈവം തീരുമാനിച്ചു. അങ്ങനെയാണ് അബ്രാഹത്തെ സകല ജനതകളുടെയും പിതാവാക്കിയത്. ഇനി നിങ്ങൾ അബ്രാഹത്തിൻ്റെ ജീവിതം മൊത്തം ഒന്ന് എടുത്തു നോക്കിക്കേ. അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നടന്നത്? ആദ്യം അബ്രാഹത്തോട് സ്വന്തം വീടും നാടും പിതൃഭവനവും എല്ലാം വിട്ടിട്ട് കാനാൻ ദേശത്തേക്ക് പോകാൻ ആവശ്യപ്പെട്ടു. അബ്രാഹം ദൈവം പറഞ്ഞതനുസരിച്ച് കാനാൻ ദേശത്തേക്ക് പോയി. പിന്നീടോ ഒത്തിരി പ്രായമായ സമയത്ത് അബ്രാഹത്തോട് എന്താ പറഞ്ഞത്? സാറായിൽ നിന്ന് അബ്രാഹത്തിന് ഒരു മകനെ ലഭിക്കുമെന്ന് പറഞ്ഞു. ദൈവം പറഞ്ഞതുപോലെ തന്നെ അബ്രാഹത്തിന് ഒരു മകനും ലഭിച്ചു. അതും അബ്രാഹം വിശ്വസിച്ചു. അതിനുശേഷവും തൻ്റെ ഏക മകനായ ഇസഹാക്കിനെ അബ്രാഹം ദൈവത്തിന് ദഹനബലിയായി അർപ്പിക്കണമെന്ന് പറഞ്ഞു. അതും അബ്രാഹം വിശ്വസിക്കാൻ തയ്യാറായി. അങ്ങനെ അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ ഉടനീളം തെല്ലുപോലും ചലിക്കാത്ത ഒരു വിശ്വാസമായിരുന്നു. വിശ്വാസത്തിൻ്റെ കഥ തന്നെയാണ്. തികഞ്ഞ വിശ്വാസത്തിൻ്റെ ഉത്തമ മാതൃകയാണ് അബ്രാഹത്തിൻ്റെ ജീവിതം. ഇങ്ങനെ ദൈവം പറഞ്ഞതെല്ലാം അപ്പാടെ വിശ്വസിച്ച് അനുസരിച്ചതുകൊണ്ടാണ് അബ്രാഹത്തെ സകല വിശ്വാസികളുടെയും പിതാവായത്.
അതാണ് അബ്രാഹത്തെ സകല ജനതകളുടെയും സകല വിശ്വാസികളുടെയും പിതാവാക്കിയത്. അങ്ങനെ നമ്മുടെ അബ്രാം സകല ജനതകളുടെ മാത്രമല്ല സകല വിശ്വാസികളുടെയും പിതാവാണ്. അബ്രാഹത്തിൻ്റെ ജീവിതം നിങ്ങളൊന്ന് എടുത്തു നോക്കി. എന്തെല്ലാം കാര്യങ്ങളാണ് അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്? അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ ദൈവം കൊടുത്തു അല്ലേ? ഏറ്റവും ഒടുവിലത്തെ പരീക്ഷണം എന്തായിരുന്നു? തൻ്റെ ഏക മകനെ ബലിയർപ്പിക്കാനുള്ളതായിരുന്നു ഏറ്റവും ഒടുവിലത്തെ പരീക്ഷണം. ആ പരീക്ഷണത്തിനും അബ്രാഹാം വിജയിച്ചു. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന ഒത്തിരി സന്ദർഭങ്ങളുണ്ടാവും ഇല്ലേ? ഈ സന്ദർഭങ്ങളിലെല്ലാം അടിയുറച്ച വിശ്വാസത്തോടു കൂടി വേണം നമ്മൾ മുന്നേറാൻ. ഇതാണ് അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്. അബ്രാഹത്തിൻ്റെ ജീവിതം എങ്ങനെ വിശ്വാസത്തോടെ ജീവിക്കാം എന്നതിന് ഒരു ഉത്തമ മാതൃകയാണ്. ഇതാണ് അബ്രാഹത്തിൻ്റെ ജീവിതം നൽകുന്ന സന്ദേശം. ഇനി അപ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് പഠിച്ചത്? ഇസഹാക്കിൻ്റെ ജനനം പഠിച്ചു, അബ്രാഹാം നൽകിയ ബലിയെപ്പറ്റി പഠിച്ചു. അതിനുശേഷം അബ്രാഹത്തെ ജനതകളുടെ പിതാവാക്കിയതും അബ്രാഹത്തെ വിശ്വാസികളുടെ പിതാവാക്കിയതും ഒക്കെ നമ്മൾ പഠിച്ചു. ഇനി നിങ്ങളുടെ പാഠപുസ്തകത്തിൻ്റെ ഏറ്റവും അവസാനം കുറച്ച് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ടീച്ചർ ഇപ്പോൾ ഒന്ന് വായിക്കാം. ഒന്നാമത്തെ ചോദ്യം, അബ്രാഹാം എന്ന പേരിൻ്റെ അർത്ഥമെന്ത്? രണ്ടാമത്തെ ചോദ്യം, ദൈവം തൻ്റെ ഉടമ്പടിയിലൂടെ അബ്രാഹത്തിന് നൽകിയ വാഗ്ദാനങ്ങൾ എന്തൊക്കെ? ഇനി മൂന്നാമത്തെ ചോദ്യം, അബ്രാഹത്തെ പരീക്ഷിക്കുന്നതിന് വേണ്ടി ദൈവം അദ്ദേഹത്തോട് കൽപ്പിച്ചതെന്ത്? 4, അബ്രാഹാം വിശ്വാസികളുടെ പിതാവായി തീർന്നത് എങ്ങനെ? 5, അബ്രാഹത്തിൻ്റെ ജീവിതം നമുക്ക് നൽകുന്ന സന്ദേശമെന്ത്? ഇതെല്ലാമാണ് ചോദ്യങ്ങൾ. ഇതിനെല്ലാം ഉത്തരങ്ങൾ നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കണ്ടുപിടിച്ച് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് ടീച്ചർക്ക് അയച്ചു കൊടുക്കണം കേട്ടോ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളോട് ദിവസവും ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ടാവും. നിങ്ങൾ എന്തുകൊണ്ടാണ് അത് അനുസരിക്കേണ്ടി വരുന്നത്? മാതാപിതാക്കളോടുള്ള വിശ്വാസം കൊണ്ട് അല്ലേ? അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ മാതാപിതാക്കൾ പറഞ്ഞതനുസരിച്ചത് എന്ന് നിങ്ങൾ ആ നോട്ട്ബുക്കിലൊന്ന് എഴുതുക. എന്നിട്ട് അത് നിങ്ങളുടെ ക്ലാസ് ടീച്ചർക്ക് ഈ ചോദ്യോത്തരങ്ങളുടെ ഒപ്പം അയച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? എല്ലാവരും കൈകൾ കൂപ്പി കണ്ണുകളടച്ച് ടീച്ചറിൻ്റെ ഒപ്പം പ്രാർത്ഥിക്കണം കേട്ടോ. സ്നേഹപിതാവായ ദൈവമേ, അബ്രാഹത്തിൻ്റെ ജീവിതത്തിലെ എല്ലാ സന്ദർഭങ്ങളിലൂടെയും ഞങ്ങൾ കടന്നുപോയി. ഈ സന്ദർഭങ്ങളെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ ആഴത്തിൽ പതിയാൻ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ അബ്രാഹാം അടിയുറച്ച് വിശ്വസിച്ചതുപോലെ ഞങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ അടിയുറച്ച വിശ്വാസത്തോടു കൂടി മുന്നേറുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും സാധിക്കുവാൻ അവിടുന്ന് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, വിശുദ്ധ യൗസേപിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.